ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു റംലാൻ വ്ളോഗാണ് കേട്ടോ. കുറേ പേരുടെ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഞാനൊരു വ്ളോഗ് എടുത്തിട്ടില്ലല്ലോ റംലാൻ്റെ എന്നുള്ളത്. മെയിനായിട്ട് തിരക്കൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. നോമ്പായതുകൊണ്ട് തന്നെ വീട്ടിലത്തെ പണികളും പിന്നെ മോൻ്റെ കാര്യങ്ങളും ഒക്കെ കൂടി ബിസി ആയി പോവും. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇതിൽ അത്താഴത്തിന്റെ വീഡിയോസ് ഒന്നും ഇല്ലാട്ടാ. വൈകുന്നേരത്തെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നത്. അപ്പൊ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അസർവാങ്ക് കൊടുത്തപ്പോൾ പിന്നെ നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടാ. നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയ്ക്ക് കയറാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മോൻക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഓനെ ഉറക്കി കരുത്തിയതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് പോയിട്ടാ. ഇന്ന് ഞങ്ങൾ കാര്യമായിട്ട് കടികളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യണില്ല. കാരണം വീട്ടിൽ ഞാനും ഉമ്മയും താത്തയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ചോറ് വെക്കാന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തെങ്കിലും പൊരിക്കടി ഐറ്റംസ് ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കട്ട്ലേറ്റും പിന്നെ അതുപോലെ കായ ബജ്ജിയും മുളക് ബജ്ജിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണേ. പിന്നെ അപ്പുറത്തെ സ്റ്റവില് കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഞങ്ങൾ വേവിച്ചിട്ടാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കാറ്. ഇപ്രാവശ്യം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഐഡിക്ക് ഞാൻ പൊരിച്ചതിന് ശേഷമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്യണുണ്ടാവും. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യണത്. അപ്പോൾ അതൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഉമ്മയും താത്തയും കൂടിയിട്ട് ഇതാ കായ ബജിക്കും അതുപോലെ മുളക് ബജിക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുട്ടികളുള്ള കാരണം തന്നെ എരിവൊന്നും അവർക്ക് അങ്ങനെ പറ്റൂല കേട്ടാ. അപ്പൊ അതുകൊണ്ട് ഉമ്മ ബജിമുളകിന്റെ ഉള്ളിലത്തെ കുരുക്കളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അമ്മക്ക് ആ കാര്യത്തിലൊക്കെ നല്ല പേടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിലത്തെ കുരുവൊക്കെ നന്നായിട്ട് എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കും. അങ്ങനെ ഞാൻ കിച്ചണിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് താത്താന്റെ മോള് വന്നിട്ടുണ്ടായിരുന്നത്. മാമി ഞാൻ ഹെൽപ്പ് ചെയ്യണോന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഓള് വന്നിട്ട് എനിക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ഞാനിതാ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള മസാല ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. എനിക്ക് പൊരിക്കടികളിലൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളതാണ് ഈ കട്ട്ലേറ്റും പിന്നെ അതുപോലെ പഴംപൊരിയൊക്കെ. കട്ട്ലേറ്റ് ഞാൻ എത്ര വേണമെങ്കിലും കഴിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഉണ്ടാക്കാനും നല്ല ഇഷ്ടമാണ്. ഞാനിങ്ങനെ ഇടയ്ക്ക് ഓരോന്നും ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാറുണ്ട്. പിന്നെ നോമ്പാവുമ്പോഴല്ലേ നമ്മൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കാറ്. ഇടയ്ക്ക് എൻ്റെ ഫ്ലോപ്പ് ആവാറുണ്ടെങ്കിലും ഞാൻ വീണ്ടും വീണ്ടും ഓരോന്നായിട്ട് പരീക്ഷിച്ച് നോക്കാറുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ ആർക്കും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും അവർ കുറ്റമൊന്നും പറയാതെ കഴിക്കൂട്ട. അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ധൈര്യമാണ്. പിന്നെ ഈ പറഞ്ഞതൊന്നും നോമ്പ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ തോന്നൂല കേട്ടോ. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ തന്നെ അത്ര മതി എന്നുള്ളതായിരിക്കും. കാരണം ഇപ്പോഴത്തെ ചൂട് അത്രക്കാണല്ലോ. വെള്ളം മാത്രം മതി എന്നുള്ളൊരവസ്ഥ ആയിരിക്കണം. അപ്പൊ പിന്നെ പറഞ്ഞു വന്നിട്ട് കട്ട്ലേറ്റിന്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പൊരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. താത്ത പറഞ്ഞ് താത്ത പൊരിക്കാനിരുന്നോളാം, ഈ അതൊക്കെ ഒന്ന് സെറ്റാക്കി തന്നാൽ മതി എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതലും നോമ്പിനായാലും ഒക്കെ അടുപ്പത്താണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. ഗ്യാസിലും ചെയ്യും, പക്ഷെ കൂടുതലും കുറെ ഐറ്റംസ് ഒക്കെ പൊരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അടുപ്പിലിരുന്നിട്ടാണ് ചെയ്യാറുള്ളത്. ഞങ്ങൾക്കതൊരു നൊസ്റ്റുമാണ് കേട്ടോ. ശരിക്കും എല്ലാവരും കൂടെ അവിടെ ഇരുന്നിട്ട് കഥയൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത്. പേഴ്സണലി അത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ആദ്യമൊക്കെ ഞങ്ങളെ വീട്ടിൽ കുറെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പരിപാടി വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാവരും കൂടി കുക്ക് ചെയ്യുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഇപ്പൊ പിന്നെ എല്ലാവരും വേറെ പോയ കാരണം എന്നാലും ഇടയ്ക്കൊക്കെ ഞങ്ങൾ കൂടാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇതാ ഇക്ക ഷെയ്ക്കിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോ മാംഗോ സീസൺ ആയ കാരണം തന്നെ മാങ്ങയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ മാങ്ങ അത്രക്ക് വല്ലാണ്ട് മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. പുളിപ്പുള്ളൊരു മാങ്ങയായിരുന്നു. അപ്പൊ അത്യാവശ്യം കൂടുതൽ തന്നെ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു തിരക്കായിരുന്നു. പെട്ടെന്ന് തന്നെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് അതിന് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോമ്പറന്ന് അതിനുശേഷം പിന്നെ നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചു നേരം കിടക്കാന്നുള്ളത്. അങ്ങനെ കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിപ്പോയിട്ട് അവിടുന്ന് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ.